സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയർഡ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യുമ്പോൾ മറ്റൊന്നുമല്ല, വാക്കിംഗ് ഡെഡിന്റെ തന്നെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങി, പുതിയൊന്നും അല്ല, കൃത്യം പറഞ്ഞ ഒരു 6-7 മാസമായി ഈ സീരീസ് ഇറങ്ങിയിട്ട്. എനിക്ക് കണ്ടു കഴിഞ്ഞിട്ട് എന്തോ ചെയ്യാൻ തോന്നിയില്ലായിരുന്നു. കാര്യം ഒത്തിരി വാക്കിംഗ് ഡെഡിന്റെ റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെ എനിക്കെന്തോ ചെയ്യാൻ തോന്നിയില്ല, അതിന് മാത്രം എനിക്കൊന്നും തോന്നിയില്ലായിരുന്നു സീരീസ് കണ്ടിട്ട്. പിന്നെ ഇപ്പം എന്തോ ചെയ്യാൻ തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് തന്നെ. അപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വാക്കിംഗ് ഡെഡ് ദ വൺസ് ഹൂ ലീവ് എന്ന് പറഞ്ഞ സീരീസിന്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് നമ്മളപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും അറിയായിരിക്കും, വാക്കിംഗ് ഡെഡ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. കാര്യം റിക്കിന്റെ അതുപോലെ തന്നെ മിഷുവിന്റെയും ആ ഒരു കണ്ടിന്യൂ ആയിട്ടാണ് ഇത് തുടങ്ങുന്നത്, കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു സീരീസ് തുടങ്ങുന്നത്. കാര്യം വാക്കിംഗ് ഡെഡിന്റെ ഒറിജിനൽ വാക്കിംഗ് ഡെഡിന്റെ തന്നെ എട്ടാമത്തെ 9ാമത്തെ സീസണിൻ്റെ അകത്ത് നമ്മൾ അവസാനമായിട്ട് റിക്കിനെ കണ്ടായിരുന്നു. കാര്യം ആ ഒരു ബ്രിഡ്ജ് തകർന്ന് റിക്കിനെ പിന്നെ ബോഡിയും കിട്ടിയിട്ടില്ല. റിക്ക് ജീവിച്ചിരിപ്പുണ്ടെന്നും പറയുന്നുണ്ട്, മരിച്ചെന്നും പറയുന്നുണ്ട്. റിക്ക് എവിടെ പോയെന്ന് അറിയത്തില്ല. ആ ഒരു സീരീസിലായിരുന്നു പിന്നെ സീരീസ് പോയിരുന്നത്, റിക്കിനെ കാണിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വാക്കിന്റെ ഡെർക്ക് ഡിക്സ് എന്ന് പറഞ്ഞ സീരീസിന്റെ അകത്ത് റിക്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് റിച്ചൻ കുറെ കിടന്ന് തപ്പുന്നുണ്ടായിരുന്നു. ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചായിരുന്നു. ഇപ്പം എൻ്റെ മിഷോണും അതുപോലെ തന്നെ ആ ഒരു സീസണിന്റെ അവസാനം റിക്കിനെ തേടി ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഒറിജിനൽ വാക്കിന്റെ ഡെഡിൻ്റെ. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു സീരീസ് ഇറങ്ങിയിരിക്കുന്നത്. റിക്ക് എവിടെ പോയി, റിക്ക് ജീവിച്ചിരിപ്പുണ്ട്, സംഭവമൊക്കെയാണ് ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കാം, ആവറേജ് അത്ര എനിക്ക് തോന്നിയുള്ളൂ. കാര്യം ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒറിജിനൽ വാക്കിംഗ് ഡെഡ് ആണെങ്കിലും അതിന് തൊട്ട് മുമ്പ് ഇപ്പം ഈ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വാക്കിംഗ് ഡെഡ് ഡിക്സിനുമായിട്ട് കമ്പയർ ചെയ്യാനാണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇത് റിക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ആകെ എനിക്ക് തോന്നിയൊരു പോസിറ്റീവ്. റിക്കിൻ്റെ കുറേ സീൻസ് ഒക്കെ നൈസാണ്. ഈ ഒരു സീരീസിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഒരു എൻഡിങ് ഉണ്ട്. കാര്യം മിഷോണും റിക്കും ആ ഒരു പിള്ളേരും ഒക്കെ ആയിട്ട് ഒന്നിക്കുന്ന ഒരു സീനുണ്ട്. അത് നൈസായിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എൻഡിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാം എനിക്ക് ആവറേജ് പോലെ തോന്നി. കാര്യം ഈ ഒരു സീരീസ് ഇറങ്ങി ഒരു എപ്പിസോഡ് കണ്ടു, 2-3 എപ്പിസോഡ് അടുപ്പിച്ച് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാക്കി എപ്പിസോഡൊക്കെ കാണുന്നത്. എനിക്കെന്തോ കാണാൻ തോന്നിയില്ലായിരുന്നു. എന്താണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഒറിജിനൽ വാക്കിംഗ് ഡെഡ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്കിംഗ് ഡെഡ് ഡെർഡിക്സ് എന്ന് പറഞ്ഞ സീരീസും തന്നെയാണ്. അത് കിട്ടുന്ന സീരീസ് ആയിരുന്നു കേട്ടോ, ഇനി പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ റിവ്യൂ നേരത്തെ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പടം കണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനാണ്. ഇത് മോശം എന്ന് ഞാൻ പറയത്തില്ല, കാര്യം അത്രയ്ക്ക് മോശമല്ല. പക്ഷെ എനിക്കെന്തോ ഒത്തിരി വാക്കിംഗ് ഡെഡ് കണ്ടിട്ടായിരിക്കും എനിക്ക് ആ ഒരു ഫീല് തോന്നുന്നില്ലായിരുന്നു. കാരണം ആ ഒരു റിക്കിന്റെ ആ ഒരു ക്യാരക്ടറിനോട് യോജിച്ച രീതിയിലുള്ളൊരു എനിക്കെന്തോ പിടിച്ചില്ല, എന്നാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഡെർഡിക്സ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം വേറെ ഒന്നുമില്ല, ഒരു ഫ്രാൻസ് ഒക്കെ എടുത്ത് കാണിച്ചത് ഭയങ്കര രസമായിട്ടായിരുന്നു. ആ ഒരു വാക്കിംഗ് ഡെഡ് സിറ്റുവേഷൻ, ആ ഒരു സംഭവം എടുത്ത് വേറൊരു വേൾഡിൽ കാണിച്ച പോലെ എനിക്ക് തോന്നി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാനാണ്. ഇതിൻ്റെ എന്തായാലും 2ാമത്തെ സീസൺ ഇനി ഇറങ്ങുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല, ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഡിക്സന്റെ കരോൾ എന്ന് പറഞ്ഞ എപ്പിസോഡ് സീസൺ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, ഡിക്സന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം, പറ്റുമെങ്കിൽ ഇരുന്ന് കാണുക. എന്താണെങ്കിലും ഒരു കാര്യമുണ്ട് കേട്ടോ, വാക്കിംഗ് ഡെഡിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്കിംഗ് ഡെഡിന്റെ കുറേ ഒരു കൂതറ ഐറ്റംസിന്റെ തുറന്നു ഉണ്ടായിരുന്നല്ലോ, മറന്നുപോയി ഞാൻ പേര്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്റർ ആവട്ടെ. കാര്യം 6 എപ്പിസോഡേ ഉള്ളൂ ഈ ഒരു സീസൺ, അതുകൊണ്ട് തന്നെ ചെറുതാ, കണ്ടിരിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ കാണുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കമൻറ്റ് ചെയ്യുക.